ഹായ് ഫ്രണ്ട്സ്, അന്നൂസ് വീക്കെൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച മുട്ടയെടുത്ത് അടവെക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ധാരാളം പേർക്കുള്ള സംശയമാണിത്. സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം പേർ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുൻകാലങ്ങളിലൊന്നും അടവെക്കാനുള്ള മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്ന പതിവ് നമുക്കില്ലായിരുന്നു. അക്കാലങ്ങളിലൊക്കെ അരിയിലോ അതുപോലെ ഉമിയിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കാറായിരുന്നു പതിവ്. അതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാവുന്നത്. ഈ വിഷയത്തിൽ ഞാൻ എന്താണ് ചെയ്യാറുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഓരോ വീഡിയോയും കോഴി വളർത്തലിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞോ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടിയോ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഓരോ വിഷയത്തിലും എൻ്റെ അനുഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് വീഡിയോ തയ്യാറാക്കുന്നത്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും പലരിൽ നിന്നും പല മറുപടികളായിരിക്കും നമുക്ക് കിട്ടുക. ഞാനിടുന്ന എൻ്റെ ഓരോ വീഡിയോക്കും കിട്ടുന്ന കമൻറ്റുകൾ പോലും അത്തരത്തിലുള്ളതായിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അടവെക്കാനുള്ള മുട്ടകൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണ് പതിവ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ല, 1.5 മാസത്തോളം മുട്ടകൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതെടുത്ത് ഞാൻ അടവെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ കിടന്ന മുട്ട വിരിയില്ല എന്ന അഭിപ്രായവും ഉള്ളവരുമുണ്ട്. അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. 1.5 മാസത്തോളം ഞാൻ കോഴിമുട്ടകൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അതെടുത്ത് അടവെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തിട്ടുണ്ട്. നാടൻ കോഴികൾ ഒരു ടൈമിൽ 10 മുതൽ 15 മുട്ടകൾ വരെ ഇടാൻ സാധ്യതയുണ്ട്. ഇത്രയും മുട്ടകൾ കിട്ടണമെങ്കിൽ ചുരുങ്ങിയതൊരു 3 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും മുട്ട ഇടണമെന്നില്ല. ഒരു ദിവസം ഇടവിട്ടോ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും നാടൻ കോഴികൾ മുട്ടയിടുന്നത്. മുട്ടയിട്ട് തീർന്നതിന് ശേഷം മാത്രമേ പൊരുന്നാനുള്ള ലക്ഷണങ്ങൾ അവർ കാണിച്ചു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ വിരിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അടവെക്കാനുള്ള മുട്ടകൾ ഫ്രിഡ്ജിനുള്ളിൽ ഫ്രീസറിൽ സൂക്ഷിക്കരുത്. തണുപ്പ് കുറഞ്ഞ ഭാഗത്ത് മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, മുട്ടകൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മണിക്കൂറുകളോളം പുറത്തു വെച്ചതിന് ശേഷം മാത്രമേ അടവെച്ച് കൊടുക്കാൻ പാടുള്ളൂ. മുട്ടയിലുള്ള തണുപ്പ് നല്ലതുപോലെ പോയി കിട്ടാൻ വേണ്ടിയാണ് മണിക്കൂറുകളോളം പുറത്തു വെക്കണമെന്ന് പറയുന്നത്. നല്ല തണുപ്പുള്ള മുട്ടയ്ക്ക് മുകളിൽ കോഴി അടയിരിക്കാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാവില്ല. സാന്ദർഭികമായി വേറൊരു കാര്യം കൂടി പറയട്ടെ. നല്ല ചൂടുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടവെക്കാനുള്ള മുട്ടകൾ യാതൊരു കാരണവശാലും പുറത്തു വെക്കരുത്. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഇല്ലെങ്കിൽ മുട്ടകൾ പെട്ടെന്ന് കേടുവന്ന് കുഞ്ഞുങ്ങൾ വിരിയാതെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടവെച്ചു കൊടുക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മുട്ടകൾ കൊത്തുമുട്ടയല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിരിയില്ല. അപ്പോൾ എന്താണ് കൊത്തുമുട്ട? പലർക്കുമുള്ള ഒരു സംശയമാണ്. പൂവനും പിടയും ജോഡിയായതിനു ശേഷം പിടക്കോഴിയിൽ നിന്ന് കിട്ടുന്ന മുട്ട, അതാണ് കൊത്തുമുട്ട. പൂവൻ കൂടെയില്ലെങ്കിലും പിടക്കോഴികൾ മുട്ടയിടും. പക്ഷേ ഇത്തരത്തിലുള്ള മുട്ടകൾ വിരിയില്ല. അടവെക്കാൻ തിരഞ്ഞെടുക്കുന്ന മുട്ടകൾ കൊത്തുമുട്ടകളാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം മുട്ടകൾ അടവെച്ചു കൊടുക്കാൻ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു കോഴിക്ക് നമ്മൾ അടവെച്ചു കൊടുക്കുമ്പോൾ ആ കോഴിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്ര മാത്രമേ മുട്ടകൾ വെച്ചു കൊടുക്കാവൂ. കൂടുതൽ എണ്ണം മുട്ട വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ആ കോഴിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് വിരിഞ്ഞു കിട്ടണമെന്നില്ല. മുട്ടകൾക്കെല്ലാം ഒരുപോലെ ചൂടെത്തിക്കാൻ കോഴിക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ വെച്ചു കൊടുത്ത മുട്ടകൾ മുഴുവനായി വിരിഞ്ഞു കിട്ടുകയുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്താം.
അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.